വാർത്തകൾ തുടരുന്നു. കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്ന് കഞ്ചാവുമായി പിടികൂടിയതിന് പിന്നാലെ വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്ത റാപ്പ് ഗായകൻ വേടനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. പെരുമ്പാവൂർ കോടതിയിലാണ് ഹാജരാക്കുക. വേടന്റെ മാലയിലെ ലോക്കറ്റ് പുലിപ്പല്ലാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് വേടനെ വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്തത്. അതേസമയം വേടനും സംഘവും പിടിയിലായത് തീൻമേശയ്ക്ക് ചുറ്റും ഇരുന്ന് കഞ്ചാവ് വലിക്കുന്നതിനിടെയെന്നാണ് എഫ്ഐആർ. പോലീസ് എത്തുമ്പോൾ മുറിയിൽ നിറയെ പുകയായിരുന്നുവെന്നും എഫ്ഐആറിൽ പറയുന്നു. വിവരങ്ങളുമായി വിജിത ചേരുന്നുണ്ട്. വിജിത, എപ്പോഴാണ് വേടനെ കോടതിയിൽ ഹാജരാക്കുക? മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് എഫ്ഐആറിൽ പറയുന്നത്? ആദ്യം തന്നെ ഇന്നലെ രാത്രി ഏകദേശം ഒരു 10 മണിക്കെല്ലാം ശേഷമാണ് ഈ ഒരു വേടന് 6 ഗ്രാം കഞ്ചാവ് കൈവശം വെച്ച ആ ഒരു കേസിൽ ജാമ്യം ലഭിക്കുന്നത്. വേടനും കൂടിയുള്ള 8 പേർക്കും ജാമ്യം അനുവദിക്കുകയായിരുന്നു. അതിനെ തുടർന്ന് തന്നെ ഉടനടി ഒരു ആക്ഷൻ എന്ന് പറയുന്നത് പോലെ വേടനെ വനംവകുപ്പ് കസ്റ്റഡിയിലെടുക്കുകയും ഈ ഒരു പുലിപ്പല്ല് കൈവശം വെച്ചു എന്നുള്ള ഒരു കേസിൽ വേടനെ വനംവകുപ്പ് കസ്റ്റഡിയിലെടുക്കുകയും ഇന്നലെ രാത്രി തന്നെ ഹിൽ പാലസ് പോലീസ് ഈ ഒരു വേടനെ വനംവകുപ്പിന് കൈമാറി കോടനാട്ടേക്ക് എത്തിക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത്. എന്തായാലും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ഈ ഒരു അനധികൃതമായിട്ടുള്ള ഈ ഒരു പുലിപ്പല്ല് കൈവശം വെച്ചതിൽ വേടനെതിരെ കേസ് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പുലിപ്പല്ല് ഈ ഒരു തമിഴ്നാട്ടിൽ നിന്നുള്ള ആരാധകൻ നൽകിയതാണ് എന്നുള്ള ഒരു മൊഴി വേടന്റേതായിട്ടുണ്ടായിരുന്നു. പക്ഷേ അക്കാര്യത്തിൽ ഒരു മലേഷ്യൻ സ്വദേശിയായിട്ടുള്ള മലേഷ്യൻ പ്രവാസിയായിട്ടുള്ള ഒരു സുഹൃത്താണ് നൽകിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിലെല്ലാം ഒരു വിവരം ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു അനധികൃതമായിട്ട് പുലിപ്പല്ല് കൈവശം വെച്ചു മൃഗവേട്ട തുടങ്ങിയ കുറ്റങ്ങളെല്ലാം തന്നെ വേടനെതിരെ ഇക്കാര്യത്തിൽ ചുമത്തിയിട്ടുണ്ട്. അതേപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ പെരുമ്പാവൂർ കോടതിയിൽ ഇന്ന് 11 മണിയോടുകൂടെ ഹാജരാക്കുമെന്നുള്ളൊരു കാര്യമാണ്. നിലവിൽ വേടൻ കോടനാട് ഈ ഒരു വനംവകുപ്പ് സംഘത്തിന്റെ കസ്റ്റഡിയിലാണ്. അവിടെ ഒരു പരിശോധനയും അവിടെ ചോദ്യം ചെയ്യലെല്ലാം തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ നമുക്ക് ഈ ഒരു വേടന്റെ എഫ്ഐആർ നമുക്ക് ലഭിക്കുന്നുണ്ട്. എഫ്ഐആറിൽ കൃത്യമായി പറയുന്നുണ്ട് ലഹരി ഉപയോഗവും ഗൂഢാലോചനയും പോലീസ് ചുമത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വേടനും സംഘവും പിടിയിലാകുന്നത് ഈ ഒരു തീൻമേശയ്ക്ക് ചുറ്റുമിരുന്ന് കഞ്ചാവ് വലിക്കുന്നതിനിടയിലാണ്. ബീഡി നിറച്ചും കഞ്ചാവ് വലിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു പോലീസും ഡാൻസ് ഓഫ് സംഘവുമാണ് ഇന്നലെ വൈറ്റിലെ കണിയാമ്പുഴയിലെ ആ ഒരു ഫ്ളാറ്റിലേക്ക് രഹസ്യ വിവരത്തെ തുടർന്ന് ഒരു പരിശോധനയ്ക്ക് എത്തുന്നത്. ഈ സമയത്ത് വരുമ്പോൾ തന്നെ കൃത്യമായി ഈ ഒരു ഫ്ളാറ്റിൽ നിറയെ പുകയും രൂക്ഷഗന്ധവുമായിരുന്നു എന്നുള്ളൊരു കാര്യം എഫ്ഐആറിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു കഞ്ചാവ് പൊടിക്കാനുള്ള ക്രഷർ, തൂക്കാനുള്ള ഡിജിറ്റൽ ത്രാസ്, അതോടൊപ്പം തന്നെ ചുരുട്ടാനുള്ള പേപ്പർ എന്നിവയും ഇവിടെ നിന്നും പിടിച്ചെടുക്കുന്നുണ്ട്. എന്തായാലും 11 മണിയോടുകൂടെ ഈ ഒരു പെരുമ്പാവൂർ കോടതിയിൽ വേടനെ ഹാജരാക്കും. നേരത്തെ ഒരു 6 ഗ്രാം കഞ്ചാവ് കേസിൽ നിന്ന് ഇന്നലെ സുഖമായി രക്ഷപ്പെട്ടതുപോലെ അല്ലെങ്കിൽ ഒരു ജാമ്യം ലഭിച്ചതുപോലെ ഈ ഒരു കേസിൽ നിന്ന് ജാമ്യം ലഭിക്കാൻ സാധ്യത കുറവാണ് എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഇന്ത്യയിൽ ഇത്തരം ഒരു വന്യമൃഗത്തിന്റെ അല്ലെങ്കിൽ മൃഗങ്ങളുടെ ഒരു എന്തെങ്കിലും ശരീരഭാഗങ്ങൾ കൈവശം വയ്ക്കുക എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ഒരു കുറ്റം തന്നെയാണ്. ജാമ്യമില്ല കുറ്റം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ജാമ്യം ലഭിക്കാനുള്ള ഒരു സാധ്യതയും കുറവാണ് എന്നെല്ലാം അറിയാൻ സാധിക്കുന്നുണ്ട്. ഏകദേശം 11 മണിക്കൂടെ കോടനാട് ഇപ്പോൾ വനംവകുപ്പ് സംഘത്തിന്റെ കസ്റ്റഡിയിലുള്ള വേടനെ പെരുമ്പാവൂർ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആതിര.